ഇ.പി. ജയരാജൻ DGPക്ക് മറ്റൊരു പരാതി കൂടി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ അവസാന ആത്മകഥയുമായി ബന്ധപ്പെട്ടൊരു പരാതി. ആ പരാതി DGP സ്വീകരിക്കുകയും അനന്തര നടപടികൾ തുടങ്ങുകയും കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഇ.പിയുടെ ഈ പരാതികളെല്ലാം എവിടെ പോകുന്നു? ഇ.പി. ഇതിനു മുമ്പും കുറേ പരാതികൾ DGPക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റു പല പോലീസ് ഓഫീസർമാർക്കും, പ്രധാനമായിട്ടും ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവിക്കാണ് ഇ.പി. ഇതുവരെയും പരാതി കൊടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പ് 1-2 പരാതികൾ കൊടുത്തിട്ടുണ്ട്. അത് എവിടെ പോയി? അതിന് നടപടി എന്താണ്? എന്തൊക്കെ ആയിട്ടുണ്ടോ? അപ്പോഴാണ് ഈ മൂന്നാമത് വീണ്ടും ഒരു പരാതി കൊടുക്കുന്നത്. സത്യത്തിൽ ഇ.പി. ജയരാജന്റെ പരാതികളിന്മേൽ വലിയ കാര്യമായുള്ള നടപടിക്രമങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. അതെന്തുകൊണ്ടാണ് എന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, അതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്താണെന്ന് ഒരുപക്ഷെ കേരളത്തിലെ അത്യാവശ്യം രാഷ്ട്രീയ വിവരങ്ങളുള്ള ജനതയ്ക്ക് മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജാവദേക്കർ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതിയാണ് ആദ്യം DGPക്ക് നൽകുന്നത്. അത് ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DGPക്ക് ഇ.പി. ജയരാജൻ പരാതി നൽകിയത്. ജാവദേക്കറെ കണ്ടതുമായി ബന്ധപ്പെട്ട് ദല്ലാൾ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അത് പൊതുമണ്ഡലത്തിലൊന്ന് പറയുകയും അതിൽ ചില BJPയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങളായിരുന്നു ജാവദേക്കറുമായിട്ടുള്ള ഇ.പി. ജയരാജന്റെ ഗൂഢാലോചന എന്ന് പറയുകയും ചെയ്തു. ഈ ശോഭാ സുരേന്ദ്രനും പറഞ്ഞു, ദല്ലാൾ നന്ദകുമാറും പറഞ്ഞു. അപ്പോഴാണ് ഇവർക്കെതിരായിട്ട് അദ്ദേഹം ഇ.പി. DGPക്ക് പരാതി നൽകി. ഇതിന്റെ ഗൂഢാലോചന ഇവർ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് എന്നെ തുലയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഗൂഢാലോചന ആണെന്നും ഈ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയത്. ആ പരാതി ഒരിടവും എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ കാണേണ്ടത്. മാത്രമല്ല, ഈ ജാവദേക്കർ കണ്ടത് എന്താണെന്ന് പാർട്ടിക്ക് പോലും പരാതി നൽകിയതാണ്. പാർട്ടിയും ആ കാര്യം വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതായത് ജാവദേക്കറെ കണ്ടത് പാർട്ടി നേരെ തീരുമാനിച്ചിട്ടില്ല, പാർട്ടി നേരെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പരാതി പാർട്ടിക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളും പാർട്ടിയും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇ.പിയുടെ പരാതികൾ പാർട്ടിയും നേരെ പരിഗണിക്കുന്നില്ല, പോലീസ് മേധാവിയും അത് നടപടിക്രമങ്ങൾക്ക് വേണ്ടിയും താഴോട്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും കാര്യമായ അന്വേഷണം നടക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കരവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കരവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് വളരെയധികം ചർച്ചയായതാണ് ഇ.പി. ജയരാജൻ ഇക്കാര്യത്തിൽ ചില ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതിലെ പ്രധാന പ്രതിയായ സതീശനുമായിട്ട് ഈ ഇ.പി. ജയരാജൻ അടുത്ത ബന്ധമുണ്ട് എന്നാണ് സതീശന്റെ ഡ്രൈവർ എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് ഒരാൾ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഇ.പി. ജയരാജന് സതീശനുമായിട്ട് വല്ലാത്ത ബന്ധമുണ്ട്. ഈ കരവന്നൂർ ബാങ്കിലെ പണം തട്ടിച്ചെടുത്തതിൽ ഒരു പങ്ക് ഇ.പി. ജയരാജനും കിട്ടിയിട്ടുണ്ട്, അതിൽ പങ്കാളിത്തമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും തനിക്കെതിരെ വന്ന ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് DGPക്ക് പരാതി നൽകുന്നു. അതുപോലെ വക്കീൽ നോട്ടീസ് അയക്കുന്നു. ഈ വക്കീൽ നോട്ടീസ് ഇപ്പോൾ എന്തായി ഇപ്പോഴത്തെ അവസ്ഥയെന്നും ഒരു വിവരവുമില്ല. എന്തായാലും ഈ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, അതും നടക്കുന്നില്ല. DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ DGPയുടെ പോലീസ് വരെ പറയുന്നത് അത്തരത്തിലൊരു സതീശനുമായി ബന്ധപ്പെട്ടുള്ള കരവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് DGPക്ക് ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നാണ് തൃശ്ശൂരിലെ തന്നെ പോലീസ് മേധാവികൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പുറത്തു വന്ന് ഇ.പി. പറഞ്ഞത് ഞാൻ DGPക്ക് പരാതി കൊടുത്തു എന്നാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മൂന്നാമത്തെ ഒരു പരാതി DGPക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലോചന നടക്കുന്നു, അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടി DGP പരാതി SP-ക്ക് അയച്ചിട്ടുണ്ട്. SP അത് അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പറയുന്നത്. പക്ഷേ എവിടെ എത്തും ആ അന്വേഷണവും നേരത്തെ നടന്ന 2-3 അന്വേഷണങ്ങൾ പോലെ നിശ്ചലമായ അവസ്ഥയിലേക്ക് പോകും എന്ന് തന്നെയാണ് കാണേണ്ടത്.